ഹിന്ദു ആചാര വിഷയങ്ങളിൽ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞതിൽ പരസ്യ പോരിനൊരുങ്ങി NSS. ഷർട്ട് വിവാദത്തിൽ ശിവഗിരി മഠത്തിനും മുഖ്യമന്ത്രിക്കും എതിരെയാണ് ജി സുകുമാരൻ നായരുടെ നീക്കം. മറ്റ് മതങ്ങളുടെ ആചാര വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നാണ് NSSന്റെ വെല്ലുവിളി. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച പ്രവേശനം സംബന്ധിച്ചാണ് സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ. പിന്നെ അതിൽ ചിലർ ഇങ്ങനെ കേട്ടതായി പറയുന്നു. നമ്പൂതിരിയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഹിന്ദു ആചാര വിഷയങ്ങളിൽ മുഖ്യമന്ത്രി അനാവശ്യമായി കൈകടത്തുന്നു എന്നതാണ് NSSന്റെ വിമർശനം. മറ്റു മതങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളി. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരമനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ശബരിമല സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെ ഹിന്ദു ആചാര വിഷയങ്ങളെ ചൊല്ലി NSS പിണറായി പോരിന് വഴി തുറക്കുന്നത് കൂടിയാണ് ഷർട്ട് വിവാദം. ശിവഗിരി മഠത്തിന്റെ നിലപാട് കൂടി NSS ജനറൽ സെക്രട്ടറി ചോദ്യം ചെയ്യുന്നതിലൂടെ വിവാദം മറ്റൊരു തലത്തിലേക്കും വളരുന്നു. ഹിന്ദു ആചാര രീതികളിൽ മുഖ്യമന്ത്രി കൈകടത്തുന്നു എന്നാരോപിച്ച് നേരത്തെ BJP രംഗത്തു വന്നിരുന്നു. ഷർട്ട് വിവാദത്തിൽ ഇതുവരെ നിലപാട് പറയാത്ത കോൺഗ്രസിനും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, News 18. 11 വർഷത്തിന് ശേഷമാണ് NSS വേദിയിൽ ഇന്ന് രമേശ് ചെന്നിത്തല എത്തിയത്. മന്നം ജയന്തി സമ്മേളനത്തിൽ NSSനെയും ജി സുകുമാരൻ നായരെയും ചെന്നിത്തല വാനോളം പുകഴ്ത്തി. ജീവിതത്തിലെ നിർണായക ഘട്ടത്തിൽ അഭയം നൽകിയത് NSS ആണ്. രാഷ്ട്രീയ മേഖലയിൽ ജി സുകുമാരൻ നായർ ഇടപെടുന്നത് ആശാവഹമാണെന്നും ആര് വിചാരിച്ചാലും NSSുമായുള്ള ബന്ധം മുറിച്ചു മാറ്റാനാകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഞാൻ ഇതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മഹാന്മാരായ നിരവധി വ്യക്തികൾ, രാജീവ് ഗാന്ധി മുതൽ ഡോക്ടർ S രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുൻ രാഷ്ട്രപതിയായ KR നാരായണനും ശ്രീ K കരുണാകരനും ഉജ്ജ്വല നേതൃത്വങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്ത ഈ വേദിയിൽ എനിക്കൊരവസരം കിട്ടിയതിന് NSSനോടും എൻ്റെ ജനറൽ സെക്രട്ടറിയോടും പൂർണ്ണമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയായിരുന്നു സുകുമാരൻ നായരുടെ പ്രസംഗം. കളിച്ചു നടന്ന കാലം മുതൽ രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. കോൺഗ്രസുകാരനായതുകൊണ്ടല്ല ചെന്നിത്തലയെ വിളിച്ചത്. മന്നം ജയന്തിക്ക് നേരത്തെ തീരുമാനിച്ച ഉദ്ഘാടകനേക്കാൾ അർഹനാണ് ചെന്നിത്തലയെന്നും സുകുമാരൻ നായർ പ്രശംസിച്ചു. എന്തും വിവാദമാക്കാൻ ചിലർ ശ്രമിച്ചതായും നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിലാണ് ചിലർക്ക് പ്രശ്നമെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും 4 രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർവീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല. അത് നായർക്ക് മാത്രം ഇത് ബാധകമാണെന്നാണ് ചിലരുടെ കൽപ്പന.